ഭൗമസൂചികയിൽ ഇടം പിടിച്ച കുറ്റ്യാട്ടൂർ മാങ്ങയുടെ വിപണിയിൽ ഇത്തവണയും ആവേശം കുറവാണ്. കാലം തെറ്റി പെയ്ത മഴ മാങ്ങയുടെ ഉൽപ്പാദനത്തിൽ ഇടിവുണ്ടാക്കിയെന്ന് കർഷകർ പറയുന്നു. മധുരമേറിയ മാമ്പഴത്തിന്റെ പെരുമ അവകാശപ്പെട്ട നാട്. ഫെബ്രുവരി തുടക്കം മുതൽ കുറ്റ്യാട്ടൂരിൽ മാമ്പഴക്കാലമാണ്. ഈ തവണ അല്പം വൈകിയെങ്കിലും വിപണി ഉണർന്നു തുടങ്ങി. കായ്ക്കുന്നത് ഡിസംബർ ജനുവരി മാസം അങ്ങോട്ടാണ് കായ്ക്കാൻ തുടങ്ങുക. പിന്നെ മാർച്ച് ഏപ്രിൽ ആകുമ്പോഴേക്ക് മാങ്ങയുണ്ടാവും. ഇപ്പം വിളവെടുക്കുന്ന സമയമാണ്. ഇത് ഏപ്രിൽ മെയ് വരെ ഉണ്ടാവും. മഴ കൂടുതൽ കൊണ്ടാൽ മാങ്ങയ്ക്ക് കേട് വരും. അങ്ങനെയാണ് പിന്നെ ആരും അങ്ങനെ പറിക്കലും ഉണ്ടായില്ല. പ്രതിവർഷം 4000 മുതൽ 6000 ടൺ വരെ ഉണ്ടായിരുന്നു ഉൽപ്പാദനം. എന്നാൽ ഇപ്പോൾ അത് ഗണ്യമായി കുറഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനം കുറെ കാലമായി ഇന്നാട്ടുകാർക്ക് മുന്നിൽ വില്ലനാണ്. കായ് വിരിയുന്ന നവംബർ ഡിസംബർ മാസങ്ങളിൽ പെയ്ത മഴ ഇത്തവണയും ഉൽപ്പാദനത്തെ ബാധിച്ചു. 5 മഴ ഒരേ മഴ ഉണ്ടായില്ലേ. ആ സമയത്ത് മാവ് പൂത്തും തേച്ചും കൊഴിഞ്ഞു പോയി. പിന്നെ അത് പൂക്കാൻ കുറച്ച് വൈകി. ഈ മാവ് വെള്ളം കുടിച്ചില്ലേ, മഴ പെയ്ത് വെള്ളം കുടിച്ചാൽ മാവ് പൂക്കില്ല. എന്നാലും നമുക്ക് ഈ കൊഴിഞ്ഞു പോയിട്ടും കുറച്ച് കൊഴിഞ്ഞിട്ടും ബാക്കി വന്നതെല്ലാം നമ്മൾ ഡിസംബറിൽ മാങ്ങ പറിച്ചിന്. ഇപ്പം എന്ന് വെച്ചാൽ നമ്മൾ റോഡ് സൈഡിൽ വെച്ചാൽ ഈ മാങ്ങ തേച്ചും അവിടെ തീരുന്നു. അനവധി ആൾ കണ്ണു വരുന്നു, നാനാ ഭാഗത്തുനിന്നും ആൾ വന്നിട്ട് ഈ മാങ്ങ വാങ്ങുന്നു. അതുകൊണ്ട് നമ്മളിപ്പം ടൗണിൽ കയറ്റുന്ന പരിപാടിയില്ല. ആളെ വെച്ചിട്ട് വെക്കുന്നുണ്ട്, 3-4 പണിക്കാറുണ്ട് വിൽക്കാനായിട്ട്. പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുന്നവർക്ക് പഴയ വരുമാനമില്ല. പെരുമ കാത്തു സൂക്ഷിക്കാനായി സർക്കാർ ഇടപെടൽ കൂടി വേണമെന്ന് കർഷകർ പറയുന്നു. 24 കണ്ണൂർ.